ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ആണ്. എന്താണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ? അതായത് എക്സാമിനേഷൻ 100% ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് തിയറി ചോദ്യം ചോദിക്കും. അതായത് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 100% ഈ ഒരു ഭാഗത്ത് നിന്ന് മക്കൾ എന്ത് ചെയ്തിരിക്കും, ഒരു തിയറി ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ. അതായത് ഏതൊക്കെ രീതിയിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ഡിസൊല്യൂഷൻ സംഭവിക്കുക, അതായത് ഏതൊക്കെ രീതിയിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. സെറ്റ് അല്ലേ? എങ്കിൽ ഇന്നാവാം. പ്രധാനമായിട്ടും 5 രീതിയിലാണ് ഡിസൊല്യൂഷൻ സംഭവിക്കുക. 1, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് ആണ്. 2, കമ്പൽസറി, അതായത് നിർബന്ധമായിട്ടും ഡിസൊല്യൂഷൻ നടത്തേണ്ട സാഹചര്യങ്ങളാണ്. നമ്പർ 3, ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്, ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഈ 5 രീതിയിലാണ് പ്രധാനമായിട്ടും എന്ത് സംഭവിക്കുക മക്കളെ, ഡിസൊല്യൂഷൻ സംഭവിക്കുക. ക്ലിയർ അല്ലേ? അതിൽ ഒന്നാമത്തത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. എന്താണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്? നമുക്ക് നോക്കാം. വെൻ ഓൾ പാർട്ട്ണർ ഗിവ് കൺസെന്റ് ഫോർ ഡിസൊല്യൂഷൻ ആസ് പെർ ദി ടേംസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ട്നേഴ്സും എന്ത് പറയാണ്, ഓക്കെ നമുക്ക് എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ബിസിനസ് അടിച്ചു പൂട്ടാമെന്ന് പറയാണ്. പറഞ്ഞാൽ ക്ലിയർ? ആർക്കും താല്പര്യമില്ല. എല്ലാവരും പറയുന്നത് മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് ആകുമ്പോൾ അടിച്ചു പൂട്ടിയാലോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ക്ലിയർ? അതാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ബേസിസിൽ അവരെന്ത് ചെയ്യുന്നു, എല്ലാ പാർട്ട്നേഴ്സിനും കൺസെന്റോടുകൂടി, സമ്മതത്തോടുകൂടി എന്ത് ചെയ്യുന്നു മക്കളെ, ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടുന്നു. ക്ലിയർ? രണ്ടാമത്തത് കമ്പൽസറി ഡിസൊല്യൂഷൻ. നിർബന്ധമായിട്ടും ഡിസൊല്യൂഷൻ സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഡിസൊല്യൂഷൻ നടത്തിയിരിക്കേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? 1, വേർ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ ബിക്കം ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വിളിക്കുന്നത് പാപ്പരാവെന്ന് വിളിക്കുക. എന്താണ് പാപ്പരാവുക? പാപ്പനാവുക അല്ല, പാപ്പർ. ഓക്കെ, എന്താ പാപ്പർ എന്ന് പറഞ്ഞാണെങ്കിൽ, അതായത് മക്കളെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവരുടെ കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യം, അതിനെ വിളിക്കുന്ന പേര് ഇൻസോൾവെന്റ്. എങ്ങനെ? കടം വീട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻസോൾവെന്റ്. അതായത് ബിസിനസ്സിലെ എല്ലാ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാണ്, ഇൻസോൾവെന്റ് ആവണം ഒരാളൊഴികെ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് ബിസിനസ്സിലുള്ള 4 പാർട്ട്നേഴ്സ് വിചാരിക്കുക, എ ബി സി ഡി. ക്ലിയർ അല്ലേ? ഡി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും എന്താണ് മക്കളെ, പാപ്പരാസി ആവാണ്. വിച്ച് മീൻസ് കടം അടയ്ക്കാൻ പറ്റാത്ത, കടം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താണ്. അങ്ങനെയാണെങ്കിൽ ഡിസൊല്യൂഷൻ നടത്തിയിരിക്കണം. കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വേർ ദ ബിസിനസ് ബിക്കം ഇല്ലീഗൽ. എന്താ പരിപാടി? ബിസിനസ് ബിക്കം ഇല്ലീഗൽ. എടാ, കച്ചവടം ഇല്ലീഗൽ ആയാൽ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും അടച്ചു പൂട്ടുന്നതാണ്. നെക്സ്റ്റ്, മൂന്നാമത്തത്, വേർ ഓൾ ദ പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം. അതായത് ഒരു പാർട്ട്ണർ ഒഴികെ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇമാജിൻ, നമ്മൾ പറഞ്ഞു എ ബി സി ഡി പാർട്ട്നേഴ്സ്. ആരൊക്കെയാ? എയും ബിയും സിയും ഡിയും പാർട്ട്നേഴ്സ് ആണ്. വിചാരിക്കാം ബി ഒഴികെ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും, എങ്ങനെ, ബി ഒഴികെ എയും സിയും ഡിയും എന്ത് ചെയ്യാൻ തീരുമാനിച്ചു മക്കളെ, റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട്ണർ ഒഴികെ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചാൽ എന്ത് നടത്തിയിരിക്കണം, ഡിസൊല്യൂഷൻ നടത്തിയിരിക്കണം. ക്ലിയർ? ലാസ്റ്റ് ആൻഡ് ഫൈനലി, വെർ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ പാർട്ട്ണർ ഡൈ. അടിപൊളി. എന്തായാലും മനസ്സിലായോ? അതായത് നമ്മൾ എത്ര പറയില്ലേ, ആരൊക്കെയാണ്? എ ബി സി ഡി. അതിൽ ബി ഒഴികെ ബാക്കി എല്ലാവരും മരിക്കാണ്. ബി ഒഴികെ എല്ലാവരും മരിക്കാണ്. അതിൽ 4 പാർട്ട്നേഴ്സ് മരിക്കാണ്. ക്ലിയർ അല്ലേ? 2 സംഭവിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ, ഡിസൊല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. പറഞ്ഞ കാര്യം ക്ലിയർ? ഇതാണെന്ത്? കമ്പൽസറി ഡിസൊല്യൂഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്. ഈ ഒരു ഹെഡിന്റെ അണ്ടറിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ് ആണ് ഓൺ ദി എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് ദ ഫേം. അതായത് എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് ദ ഫേം. അതായത് എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് ദ ഫേമിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും, 5 years 10 years ഒക്കെ എന്തുണ്ടാവും, പല കമ്പനികളും മെർജ് ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് നടത്താറുണ്ട്. 5 വർഷത്തേക്ക് ഒരുമിച്ച്, 6 വർഷത്തേക്ക് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ് നടത്താറുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അതിന്റെ എക്സ്പയറി കഴിഞ്ഞാൽ 5 വർഷത്തിന് ശേഷം, 5 വർഷം കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡിസൊല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. അതാണ് എക്സ്പയറി ഓഫ് ദ ടേം ഓഫ് ദ ഫേം എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ? നെക്സ്റ്റ്, ഓൺ ദി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. വിചാരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ മരണപ്പെട്ടു പോയാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്പിളി, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, വിചാരിക്കാം എയും ബിയും സിയും ആണ് പാർട്ട്നേഴ്സ്. വിചാരിച്ചേ, സി ആണ് ബിസിനസ്സിന് എല്ലാ കാര്യം നോക്കി നടത്തുന്നത്. ബിസിനസ്സിന് A to Z കാര്യങ്ങൾ ആർക്ക് മാത്രം അറിയത്തുള്ളൂ, സിക്ക് മാത്രം അറിയത്തുള്ളൂ. എന്നാൽ എയും ബിയും എന്തിലില്ല, ബിസിനസ്സിൽ പ്രഥമ ദൃഷ്ടിയാ. വിച്ച് മീൻസ് അങ്ങനെയല്ല, ഡയറക്ട്ലി ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് വിചാരിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സിയുടെ മരണത്തോടു കൂടി ഈ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലെ പല ഷോപ്പും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ, അവിടുത്തെ ഒരാൾ മരിച്ചാൽ ചിലപ്പോൾ ബിസിനസ്സായി പൂട്ടിപ്പോയിണ്ടാവും. ഇതാണെന്ത്? ഓൺ ദി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഓൺ ദി അഡ്ജുഡിക്കേഷൻ ഓഫ് എ പാർട്ട്ണർ ആസ് ഇൻസോൾവെന്റ്.
അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കോടതിയുടെ ഉത്തരവ് ഉണ്ടാവുക എന്നുള്ള, അതായത് കോടതിയുടെ സമ്മതം അല്ലെങ്കിൽ കോടതിയുടെ എന്തുണ്ടായിട്ടുണ്ട്, ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് ഇത് സിംപ്ലി പറയുകയാണെങ്കിൽ ഡിക്ലറേഷൻ ബൈ കോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അഡ്ജുഡിക്കേഷൻ എന്ന് വിളിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്താണ് ഡിക്ലറേഷൻ ബൈ കോർട്ട്? ഓക്കെ. സോ ഒരു പാർട്ടർ, നമ്മുടെ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട പാർട്ടർ ആരും ആയിക്കോട്ടെ, അയാൾ ഇൻസോൾവെന്റ് ആണ്. ഇൻസോൾവെന്റ് എന്ന് പറയുന്നത് മക്കളെ പാപ്പരാണ്. എന്താ പാപ്പര്? കടം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളാണ്. ക്ലിയർ അല്ല? അയാളെ കയ്യിൽ 5 പൈസ ഇല്ല. ക്ലിയർ? ആ സാഹചര്യമാണെന്ന് വിചാരിക്കുക. അതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഇൻസോൾവെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ കോടതി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്താണ് ഈ ചെങ്ങായി എന്താണ് മക്കളെ, ഇൻസോൾവെന്റ് ആണ് ട്ടോ എന്നുള്ളത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ബിസിനസ് അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. സെറ്റ് അല്ലേ? നെക്സ്റ്റ് വൺ on the completion of the venture for which the term was constituted. അതായത് എന്തിനു വേണ്ടിയിട്ടാണോ ബിസിനസ് സ്ഥാപനം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, ആ സംഭവം കഴിയുന്നതോടുകൂടി. ഉദാഹരണത്തിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ വിചാരിക്കാം, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ പള്ളിയിലോ അമ്പലത്തിലോ ഉത്സവങ്ങളൊക്കെ നടക്കാറില്ലേ? അപ്പൊ ഉത്സവം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിന് ചുറ്റും ചിലപ്പോൾ പല കടകളുണ്ടാവും. ക്ലിയർ അല്ലേ? ചില കടകൾ നാട്ടുകാരിട്ടുണ്ടാവും, ചിലപ്പോൾ ചായക്കടകളോ. ക്ലിയർ അല്ലേ? ചിലപ്പോൾ ചില എന്താ പറയുക, സ്വീറ്റ്സ് വിൽക്കുന്ന കടകളോ അല്ലെങ്കിൽ ചില സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പിന് ചുറ്റും എന്ത് ചെയ്യും, ചിലപ്പോൾ നാട്ടുകാർ കടകളിടും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ശ്രദ്ധിച്ചു കേട്ടോ, ഈ ഉത്സവം കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ കടയും അവസാനിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പാർട്ട്ണർഷിപ്പിലേക്ക് കട ഇട്ടിട്ടുണ്ടാവാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഉത്സവം കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ ഈ പാർട്ട്ണർഷിപ്പിന്റെ പരിപാടി അവിടെ അവസാനിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതാണ് എന്ത്, ഓൺ ദി കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ ഫോർ ദ വിച്ച് ടേം വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഇനി വേറൊരു എക്സാമ്പിൾ, വെക്കേഷൻ ആയിക്കാണെങ്കിൽ എങ്ങനെ, ഹോളിഡേസിലൊക്കെ സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ ആയിക്കാണെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കുറെ കുരുന്നുകളുണ്ടാവും, പിള്ളേര്. ഈ പിള്ളേര് കച്ചവടം സ്റ്റാർട്ട് ചെയ്യും. വെക്കേഷൻ അവസാനിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, ഈ കച്ചവടം അങ്ങോട്ട് അവസാനിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതാണ് പരിപാടി. ക്ലിയർ? ഇതൊന്നും അല്ലാത്ത വേറെ രീതിയിൽ പറഞ്ഞു, പല കമ്പനീസും ജോയിന്റ് വെഞ്ചേഴ്സ് നടത്താറുണ്ട്. ചില ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ പല കൺസ്ട്രക്ഷൻസിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, പല കമ്പനീസും ഒരുമിച്ച് പ്രവർത്തിക്കാറുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്നതോടുകൂടി എന്ത് ചെയ്യും, അവർ ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും, ഡിസൊല്യൂഷൻ നടത്തും. ഇതാണ് എന്ത്, നെക്സ്റ്റ് വൺ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓൺ ദി കംപ്ലീഷൻ ഓഫ് ദി വെഞ്ചർ ഫോർ വിച്ച് ദ ഫേം വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെർജ് ചെയ്തിട്ടുള്ളത്, ആ മെർജ് ചെയ്ത പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. നെക്സ്റ്റ് വൺ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ആണ്. ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് സിംപ്ലി വി ക്യാൻ സേസ് ദാറ്റ് ഒരു പാർട്ട്ണർ എന്താണ്, ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും നോട്ടീസ് അയച്ചുകൊണ്ട് അറിയിക്കാൻ, എടാ എനിക്ക് വേണ്ട, ഞാൻ റിട്ടയർ ചെയ്യാടാ, എടാ കമ്പനി അടിച്ചു കൂട്ടണം, ബാക്കിയുള്ള പാർട്ട്നേഴ്സ് നോട്ടീസ് മുഖാന്തരം ഡിസൊല്യൂഷൻ അറിയിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. സെറ്റ് അല്ലേ? എങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഡിസൊല്യൂഷൻ ബൈ കോർട്ടാണ്. കോടതി ഇടപെടും. ആരാ മക്കളെ? കോടതി ഇടപെടും. ഏതൊക്കെ സാഹചര്യത്തിൽ? ഒന്ന്, വേറെ പാർട്ട്ണർ ബിക്കം അൺസൗണ്ട് മൈൻഡ്. സൗണ്ട് ഇല്ലാത്ത മൈൻഡോ? എടാ മെന്റലി മെന്റലി എന്ത് ചെയ്യും മക്കളെ, പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ ക്ലിയർ അല്ലേ, കിളി പോവാ. ഓക്കെ, അങ്ങനെ പറഞ്ഞില്ല കേട്ടാ ഞാൻ, അതായത് ഒരു ഉദാഹരണത്തിന് ഓളത്തിന് പറഞ്ഞാണേ. അതായത് മെന്റലി ഒരു പാർട്ട്ണർ എന്താന്ന് വിചാരിക്കാം, അൺസ്റ്റേബിൾ ആണെന്ന് വിചാരിക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ബിസിനസ് സ്ഥാപനം അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, വേറെ പാർട്ട്ണർ ബിക്കം പെർമനന്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഇസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ട്ണർ. അതായത് ഒരു പാർട്ട്ണർ വിചാരിക്കാം, എയും ബിയും സിയും തമ്മിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ക്ലിയർ അല്ലേ? സി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സിക്ക് എങ്ങനെ നോക്കിയിട്ടും ആസ് എ പാർട്ട്ണർ എന്ന രീതിയിൽ ബിസിനസ്സിലേക്ക് ഒരു ഇൻവോൾവ്മെന്റ് നടത്താൻ പറ്റുന്നില്ല. ആസ് എ പാർട്ട്ണർ എന്ന രീതിയിൽ സിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ബിസിനസ്സിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റുന്നില്ല. അയാളുടെ ഡ്യൂട്ടീസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ബിസിനസ് സ്ഥാപനം ഡിസൊല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, വേറെ പാർട്ട്ണർ കമ്മിറ്റ്സ് വിൽഫുൾ ഓർ പെർസിസ്റ്റന്റ് ബ്രീച്ചസ് ഓഫ് എഗ്രിമെന്റ്. എന്റെ അമ്മേ, എന്തൊക്കെയാ സിമ്പിൾ ആണ്, പറഞ്ഞുതരാം. അതായത് വേറെ പാർട്ട്ണർ കമ്മിറ്റ്സ്, അതായത് ഒരു പാർട്ട്ണർ കമ്മിറ്റ് ചെയ്യും. എന്താ പറയുക, വിൽഫുൾ ഓർ പെർസിസ്റ്റന്റ് ബ്രീച്ചസ് ഓഫ് എഗ്രിമെന്റ്. അതായത് തുടർച്ചയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെന്റിന് വയലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാർട്ട്ണർഷിപ്പിൽ എഗ്രിമെന്റ് ഉണ്ടാവല്ലോ, പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാവല്ലോ, ഈ എഗ്രിമെന്റിന് തുടർച്ചയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വയലേഷൻ സംഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡിസൊല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, വേറെ പാർട്ട്ണർ ഇസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട്. ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് നടക്കുകയാണെങ്കിൽ ഒരു പാർട്ട്ണർ ഒരു കുറ്റവാളിയായി, ഈ കുറ്റവാളിയാവുള്ള കാരണം ഇയാൾ കുറ്റവാളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഗുഡ്വില്ലിനെ ബാധിക്കുമെന്ന് വിചാരിക്കാം. എങ്ങനെ, ഒരു പാർട്ട്ണർ കുറ്റവാളിയായി വിചാരിക്കാം, ABC, സി കുറ്റവാളിയായി, സി എന്തോ ഒരു കേസിന് അറസ്റ്റ് ചെയ്തു, അല്ലെ സി എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കി. ക്ലിയർ അല്ലേ? എന്നാൽ ഇയാൾ ഈ ഒരു വിഷയം എന്ത് ചെയ്തു, നമ്മുടെ ഫേമിന്റെ ഗുഡ്വില്ലിനെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബിസിനസ് സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വേറെ പാർട്ട്ണർ ട്രാൻസ്ഫർ ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ തേർഡ് പാർട്ടി. അതായത് വിചാരിക്കാം, സി എന്തെയാണ്, സിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ സിക്കുള്ള അധികാരം സി എന്ത് ചെയ്യുന്നു, ഡി എന്ന് പറഞ്ഞ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നു. അതായത് സി ആണ് പാർട്ട്ണർ മക്കളെ, സി ആണ് പാർട്ട്ണർ. ക്ലിയർ അല്ലേ? അപ്പൊ സി എന്തെയാണ്, സിന്റെ എല്ലാ അധികാരങ്ങളും ആർക്ക് കൊടുക്കാണ്, ഡി എന്ന് പറഞ്ഞ മറ്റൊരാൾക്ക് കൊണ്ട് കൊടുക്കാണ്. അത് പറ്റൂല, ബാക്കി പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് വേണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെ ഇല്ലാതെ ഇയാൾ എന്ത് ചെയ്യാണ്, ഇയാളെ
മൊത്തം അധികാരങ്ങൾ മറ്റൊരാൾ കൈമാറ്റം ചെയ്താൽ ബിസിനസ് അടച്ചു പൂട്ടും. എന്ത് പൂട്ടും? ബിസിനസ് അടച്ചു പൂട്ടും. നെക്സ്റ്റ്, വേർ ദ ബിസിനസ് ഓഫ് ദ ഫേം കാനോട്ട് ബി ക്യാരിഡ് ഓൺ എക്സെപ്റ്റ് എ ലോസ്. സിമ്പിൾ. കമ്പനിക്ക് ലാഭമൊന്നുമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. എങ്ങനെ? കമ്പനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ, ലാഭം ഉണ്ടാകുന്നേ ഇല്ല. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിലും ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. ലാസ്റ്റ് ആൻഡ് ഫൈനലി, വേർ ദ കോർട്ട് റിഗാർഡ്സ് ഡിസൊല്യൂഷൻ ടു ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. കോടതിക്ക് തോന്നാണ് ഇവരെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇവരെ ബിസിനസ് എന്താണ് അടച്ചു പൂട്ടണം നല്ലതെന്ന് കോടതിക്ക് തോന്നിയാൽ എന്ത് ചെയ്യും മക്കളെ? ഡിസൊല്യൂഷൻ സംഭവിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് അല്ലേ? സോ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതിൽ പഠിച്ചിരിക്കേണ്ട കാര്യം, ഡിസൊല്യൂഷൻ ബൈ കോർട്ടിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് പഠിച്ചിരിക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് എന്ത് ചെയ്തിരിക്കണം മക്കളെ? പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ് ഏതെങ്കിലും 3 പോയിന്റ് ഇവിടെയും പഠിച്ചിരിക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി കമ്പൽസറി ഡിസൊല്യൂഷനിൽ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? എങ്കിൽ മക്കളെ ഇത്രയേ ഉള്ളൂ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ. ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും ഏറ്റുമുട്ടാം. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.